നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കണം ഗ്രാനി 3 ഗ്രാനി 3 ഏതോ ഒരു പുതിയ അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നേ. ഗേറ്റ് എസ്കേപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് വന്നേ. പക്ഷേ ഒരു വീഡിയോ കണ്ടു, ഗ്രാനി 3 പുതിയ എസ്കേപ്പ് വന്നു. അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വന്നേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ട്രൈ തന്നെ നമ്മൾ രക്ഷപ്പെട്ടായിരുന്നു. അത് വേറെ കാര്യം, വേറെ ഒറ്റ ചാൻസ്. ഇതെന്താണ് ഗ്രാനിയുടെ വീട് ചുവന്ന് നടക്കുന്നത്? അറിയില്ല. ഓ, ഈ സൈഡിൽ എന്തോ നൈറ്റ് മെയർ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഈ നൈറ്റ് മെയർ എന്ന് പറഞ്ഞാൽ ഈ മോഡിട്ട് കളിക്കും. എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. കളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണേ ഞാൻ കളിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഓക്കെ, ഞാൻ ഗ്രാൻഡ് മേൻ ഇടുന്നുണ്ട്. ഷോ ഇൻട്രോ. ഓക്കെ, നമ്മളിതാ ഗെയിമിലോട്ട് കിടക്കുന്നു ഗായ്സ്. എന്താവും, നമ്മൾ എസ്കേപ്പ് ആവത്തില്ല. ഇപ്പം കാണാം. നമ്മൾ വീണ്ടും ഇതാ ഗ്രാനിയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു. ഓ, നമ്മുടെ പരഞ്ഞം ക്യാമറയും പരഞ്ഞം ഗേറ്റും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്തായാലും ഇൻട്രോ നമ്മളെ ക്യാമറ നോക്കി നമ്മൾ നേരെ മാച്ചിലോട്ട് പോയി. എനിക്ക് ഇപ്പം ഇൻട്രോ ആണ്, അതുകൊണ്ടാണ് സമയം കളയപ്പോ. ഇപ്പോൾ ഡേ 1 ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പരമാവധി എസ്കേപ്പ് ആവാൻ നോക്കാം. ഫസ്റ്റ് ഡേയിൽ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചാണ് ഇപ്പോൾ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. കളിച്ചിട്ട് കുറച്ച് ആളല്ലേ ഉള്ളത്, കാരണം എല്ലാം എനിക്കറിയാം. നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടേണ്ടതായിരുന്നു. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ട്രൈ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എസ്കേപ്പ് ആയി. ഈ ഗെയിം ഞാൻ ആദ്യമായിട്ട് കയറ്റി ആദ്യത്തെ പ്രാവശ്യം തന്നെ എസ്കേപ്പ് ആയി. ഫസ്റ്റ് ബാങ്ക് കിട്ടി. ഇവിടെ ഒരു സാധനം കാണുന്നില്ലല്ലോ. ഇല്ല, ഒരു സാധാരണ കാണേണ്ടതാണ് ഗൈസ്. ഇവിടെ ടെഡ്ഡി. ഓ, ഈ മ്യൂസിക് എനിക്ക് കേട്ടിട്ട് ചെറിയൊരു പേടി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതെ. അയ്യോ, എനിക്കെന്താ ഗൈസ് ഇവിടെ എനിക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഈ സംഭവം കാണിക്കുന്നില്ലല്ലോ. ഇവിടെ മണ്ണോ ചടഞ്ഞ് പണ്ടത്തെ പോലെ തന്നെ. ആർക്കെല്ലാം അറിയാമെങ്കിൽ പറഞ്ഞതാ. ഇല്ല, ഇവിടെ ഒരു ഗേറ്റ് കണക്കായി ഇങ്ങനെ വരണ്ട് എസ്കേപ്പ് ആവാൻ. ആ എസ്കേലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മൊബൈലിൽ അപ്ഡേറ്റ് വന്നിട്ടില്ലേ, ഉണ്ടോ ഇല്ലേ എന്ന്. അതോ വല്ല മോഡാണോ എന്ന് എനിക്കറിയത്തില്ല. ഒന്ന് പറയണേ, ആരെങ്കിലുമൊക്കെ അറിയാവുന്നൊരു പറ. എന്തായാലും എനിക്ക് അപ്ഡേറ്റ് കാണിക്കുന്നില്ല, അതുകൊണ്ട് എന്തായാലും ഞാൻ എന്തായാലും ഇന്ന് ഗേറ്റ് എസ്കേപ്പോ ട്രെയിൻ എസ്കേപ്പോ തന്നെ വീണ്ടും ചെയ്യാം. ആദ്യം തന്നെ അത്യാവശ്യം കുറേ ലൂട്ട് സെറ്റായി. ഞാനിവിടെ വന്നു. കിളവൻ ഗൈസ്, കിളവൻ്റെ കൈ ക്യൂടെക്സ്. കിളവൻ പൂക്കിയാണ് ഗൈസ്. കൈ ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്ന പുള്ളിക്കാരൻ. ഇപ്പം ചത്തേന. കിളവൻ്റെ കൈ ക്യൂടെക്സ്. എനിക്ക് തോന്നുന്നു കിളവന് ഈ ചോര എടുത്ത് കയ്യിലിച്ചിട്ട് ക്യൂടെക്സ് ആയിട്ട് അടിച്ചാന്ന് തോന്നുന്നു. ക്യൂടെക്സ് ഇട്ടാത്ത കാരണം. കിളവനാണെങ്കിൽ ക്യൂടെക്സ് അടിച്ചിട്ടില്ല, ഒന്നും അടിച്ചിട്ടില്ല. പക്ഷേ കിളവനാണെങ്കിൽ ക്യൂടെക്സ്. എനിക്ക് ഈ കിളവനോട് തലവണ്ടി അടിച്ച് ഞാൻ വിളിക്കും. യു വാണ്ട് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. കണ്ട കിളവനോട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണില്ലേ എൻ്റെ പണി. അറിയും പൊടി കളയും. എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. നിൻ്റെ രണ്ടിൻ്റെയും തലവണ്ടി അടിച്ച് പൊളിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. വേറൊന്നും വലിയ. കിളവിക്ക് ബുദ്ധി ഉള്ളതാണ്. കിളവ് ഇവിടെ തന്നെ നമ്മൾ കാണാതിരിക്കുന്നത്. കണ്ട, എനിക്കറിയാം ഈ കിളവ് ഇവിടെ കൊണ്ട് ട്രാപ്പ് ഉണ്ടാക്കി വെക്കത്തുള്ളൂ. ട്രാമ്പുള കിളവി. കിളവി എന്താ വയസ്സ് വരാത്തെ? കിളവി വന്നില്ല. കിളവി എന്നെ കണ്ടില്ലേ, അതുകൊണ്ടാണോ കിളവി വരാത്തെ? മേ ബി വി ആർ എസ്കേപ്ഡ്. നമ്മൾ രക്ഷപ്പെട്ട്. ബുദ്ധിയുള്ള കിളവി മിക്കവാറും ഇങ്ങോട്ട് വരും. വന്നില്ലേ? ബിക്കോസ് കിളവിക്ക് ബുദ്ധിയില്ല. ആരോ കിളവൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ മിനി ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. തേഞ്ഞല്ലോ കുട്ടിരാമ. തേഞ്ഞല്ലോ. നിങ്ങൾ തെങ്ങല്ലൂർ പോയിട്ടുണ്ടോ ഗായ്സ്? തെങ്ങല്ലൂർ. കിളവിനും വന്നില്ലേ? എന്താണ് ഗൈസ്, രണ്ടുപേരും വന്നില്ല. എന്നെ പറ്റിച്ച് കണ്ട കളി. ഒളിച്ചിരുന്ന് പറ്റിക്കുന്നത് തന്നെ. നേരെ വരുന്ന കളി. ഈ കിളവിക്ക് വേറൊരു പണിയില്ല. എന്നെ ഓടിച്ചിട്ട് കൊല്ലാനുള്ള പ്ലാനാണ് ഗൈസ്. കയറ്.
ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കറിയാം കിളവി ആ ഇടയിൽ കൊണ്ട് ട്രാപ്പുണ്ടായി കാണും ഇപ്പോൾ കുറേ. ഞാൻ കാണത്തില്ലെന്ന് വിചാരിച്ചോ. ഓ കിളവി ഇവിടെ തുരന്ന് വെച്ചിരിക്കും. തുരന്ന് എന്തായാലും ഇവിടെ കൊണ്ട്. ഓ ട്രെയിൻ, കിളവിയുടെയും കിളവിൻ്റെയും പ്രൈവറ്റ് ട്രെയിനാണ് കഴിച്ചത്. ഓ കിളവിയുടെ 2 ട്രാക്ക് വെച്ച് കിളവി ഇവിടെ. ബുദ്ധിമാൻ ഈ കിളവനും എല്ലാം കിളവി. നമ്മൾ ചത്ത് കിളവൻ വന്നാൽ നമ്മൾ ചത്ത് വെയിറ്റ് ആക്ക്. ഇനി എല്ലാവരും പോയി ഞാൻ വെളിയോട്ട് ഇറങ്ങിട്ട് ഗൈസ് ഫൈനലി കൊള്ളാമല്ല ഗൈസ് ഫൈനലി അങ്ങനെ കിളവനും പോയി ഗൈസ് ഇവിടുന്ന്. അത് നമുക്ക് പതിയെ വെളിയിലോട്ട് ഇറങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അടിയിൽ തന്നെ 4 മിനിറ്റ് ഞാൻ ചുറ്റിക്കറങ്ങി ഗൈസ്. വെറുതെ 4 മിനിറ്റ് ഞാൻ കളഞ്ഞില്ല. ഇത് ഈ ഒരു കഥ തുറക്കാനാണ് ഞാൻ വന്നത്. എല്ലാത്തിനാണ് അത് തുറന്നത്. ഗൈസ് ഇവിടെ നിന്നൊന്നും ഇല്ല. ഇതെന്തോ ഇവരൊക്കെ എന്ത് പിശുക്കരാ. ആദ്യം കൊണ്ട് കുറേ സാധനം തന്ന് പൂതിപ്പിച്ചിട്ട് വെപ്പൺ കീ കിട്ടിയടാ മക്കളെ. ഇനി കളി മാറുടാ. ഫൈനലി ഐ ഗോട്ട് വെപ്പൺ കീ ഗൈസ്. കിളവിക്കും കിളവിനുള്ളൊരു പണിയാണ് ഇതിൻ്റെ അടിയിൽ കൊണ്ട് വിറക് കത്തിക്കാൻ. ഈ പ്രാവശ്യം വിറകൊന്നും കത്തിക്കും. നമുക്ക് കത്തിക്കാൻ ഒരു വിറക് വെച്ചൂടെ ഗൈസ്? ഇവിടെ കത്തിക്കാൻ ഒരു വിറക്, വേറെ ഒന്നും വേണ്ട. ഒരു വിറക്, ഒരൊറ്റ വിറക്. എന്ത് ഈ പാഡിലോക്കി ഞാൻ ജസ്റ്റ് മിസ്സിലെങ്ങാനും വെടി കൊണ്ടില്ലല്ലോ. ഈ ഗെയിം ഫുൾ ഓഫ് ബഗ്ഗായി. ബഗ്ഗോൾ ഗെയിം ചെയ്ത് ബഗ്ഗോൾ. നെക്സ്റ്റ് ആയിട്ട് ഇപ്പം അപ്പാവ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞത് ഈ ഏറ്റവും മേലോട്ട് കയറി. അയ്യോ ഞാൻ പൊട്ടത്തരം കാണിച്ചു. വെപ്പൺ കീ എടുക്കാതെ കല്ലെടുത്തോണ്ട് ഇവിടം വരെ വന്നേ. വാ എൻ്റെ പുറകെ വാ. മേലത്തെ റൂം വരെ എൻ്റെ പുറകെ വാ. അപ്പാപ്പൻ്റെ മുറിയിലെത്തിയാൽ പിന്നെ ഒരു പൊട്ടിക്കലുണ്ട്. ഓടിക്കോ ചലോ. ഇച്ചിരി കൂടി സ്പീഡിൽ ചലോ. ഇച്ചിരി കൂടി. കിളവൻ കണ്ടില്ല. ഐസിയോ തുറക്ക്. ഐസിയോ ഞാൻ പറഞ്ഞില്ലേ. ഐസിയോ ഇച്ചിരി കൂടി ഐസിയോ ആക്കണം. രണ്ടിനെ പിടിച്ച് ഐസിയിലിട്ട് പൂട്ടിഞ്ഞ് അവൻ്റെ രണ്ടിനെ കൂടെ ഐസിയിലാക്കിയപ്പോൾ രണ്ടിനും സമാധാനമായി. വയസ്സാം കാലത്ത് ഓരോരോ ചൊറിച്ചില്ലേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് തൊള്ളായിട്ട് തോന്നി. പക്ഷെ ഒന്നുമില്ല ഇവിടെ. ജസ്റ്റ് എ കോയിൻസിഡൻസ് അത്രേ ഉള്ളൂ. ഐസി എന്താ ഗ്രാനി എന്തോ ഒരു കുഴപ്പമുണ്ട് ഗൈസ്. ഗ്രാനിയുടെ ബോധം മാത്രമേ പോയിട്ടുള്ളൂ. അതിൻ്റെ അടുത്ത് മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുണ്ട്. ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ കോയിൻ കിട്ടി ഗൈസ്. ഇപ്രാവശ്യം എനിക്ക് ട്രെയിൻ എസ്കേപ്പാണ് ചെയ്യേണ്ടത്. കാക്കേ കൂടെ ഇവിടെ കാക്കയ്ക്ക് വീട്ടൊരു ഹൈ സുഖല്ലേ നമ്മുടെ താളി. അയ്യാ കണ്ണുപോയി. ഓക്കെ കാക്കേ കൂടെ ഇവിടെ കാക്കയ്ക്ക് കൂട്ടൊരു കുഞ്ഞമ്മ. പതിയെ അത്രേ ഉള്ളൂ. 7 ഇഞ്ച് അൾട്ടിമേറ്റ്. ഇച്ചിരി കൂടി പെട്ടെന്ന് കയറ്. തോക്കിലുണ്ടോ നിറക്കി. അപ്പാപ്പനവിടെ അമ്മാമ്മയുടെ പരിപ്പടയും ചാവടി പാരട്ടെ. കിളവൻ്റെ കണ്ണ് കിളവന് വേണ്ടെന്ന് തോന്നുന്നു. അയ്യോ അതായി ഒരു കല്ല് കാണുമല്ലോ. കല്ലിട്ട് നമ്മൾ തെഞ്ഞൊട്ടും. ഐസിയോ വന്നില്ലേ? ഞങ്ങളടുത്ത് ഐസിയോ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. കിളവിനെ കൂടി ഐസിയിലാക്കിയ സമാധാനമായി. സ്വസ്ഥത, സമാധാനം, ഐക്യം. ശുഭം മംഗൾയാർ. കിളവനെ കാണണില്ല. എനിക്ക് കളി കയറുന്നു.
കിളവനെ പൊട്ടിക്കണം എനിക്ക്. കിളവൻ്റെ മൊട്ടത്തല അടിച്ച് നീ വേറെ ഹാപ്പി ഓടാ. നീയൊക്കെ എന്നോട് കളിക്കാനേടോ മൈക്കളെ. കളിക്കല്ലേ, കളി ഞാൻ പഠിപ്പിക്കും നിങ്ങൾ. പ്ലാങ്കേ പ്ലാങ്ക് കിട്ടി. ഓടിക്കോ ചലോ. കിളവാ ഉറങ്ങിക്കോ. വിശ്രമം ഞാൻ തന്നിരിക്കുന്നു കിളവൻ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. കിളവി എന്തുവാ കിളവനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. ഇവിടുത്തെ പാചകം എല്ലാം ചെയ്യിപ്പിക്കുന്ന കിളവനെ കൊണ്ടാണ്. പാവൻ കിളവൻ. ഫ്യൂസ് കിട്ടി. ഫ്യൂസ് എന്തിനാ എനിക്ക്? ഫ്യൂസ് കൊണ്ട് വെച്ചിട്ട് ഞാൻ എന്ത് പുഴുങ്ങി തിന്നാനാ? എന്തേലും ആവട്ടെ. എന്തോയി ആരും ഇല്ലേ? ഞാൻ പോയി എൻ്റെ സ്ലിംഗ് ഷോട്ട് ഒന്ന് എടുക്കട്ടെ. കുഞ്ഞിരി വേറെ കിളവിയൊന്നും വരുന്നില്ലല്ലോ. എപ്പോൾ വരത്തില്ലേ? വരണ്ടേ ആണല്ലോ. കക്കേ കൂടെ വിടെ ചത്തില്ലോളായി. നിനക്ക് എന്താ ചത്ത? ഒരു ബുള്ളറ്റ് കൂടി വെച്ചാൽ ചാവുമോ? അല്ല ആയിരിക്കാം. റിസ്ക് എടുക്കാൻ വയ്യ ഗൈസ്. കിളവി മിക്കവാറും കിളവി ബോധം കെട്ടി. ഞാൻ എൻ്റെ ഒരു കല്ലിയെ വെറുതെ കളഞ്ഞു. കാക്കി കൂടെ വിടെ കാക്കിക്ക് കൂട്ടൊരു കുഞ്ഞമ്മ. ഒരു കല്ലുകൂടി എടുക്കും. ആ കല്ല് കളയണ്ടായിരുന്നല്ലേ? എനിക്കിപ്പോൾ തോന്നാം ആ കല്ല് കളയണ്ടായിരുന്നെന്ന്. ഗെറ്റ് ഇൻസൈഡ്. വേർ ഈസ് മൈ ക്രോബർ? എന്താണ് ഓട്ടോമാറ്റിക്കാ? ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വന്നു. ഈ സാധനമാണ് ഇവിടെ ബ്ലോക്ക് ആവാൻ ഫസ്റ്റത്തെ കാര്യം. ഫസ്റ്റ് നമുക്ക് ഈ പെട്ടി ഉറക്കാം. തീപ്പെട്ടി നോ യൂസ്. ഇനി മേലോട്ട് പോവാം. Here is my shotgun. അമ്മച്ചിക്ക് പരിപ്പോടേം ചായ കൊടുക്കാം ബോയ്സ്. ഹാപ്പി ഓയ്. അയ്യോ ബുള്ളറ്റില്ല. ഇപ്പം ഉണ്ടാക്കി കിട്ടിയാലെൻ്റെ ചോക്സിൽ കാണിച്ച് ഐസ് വെറുതെ ഇടുന്നു. കണ്ണേ ബുള്ളറ്റില്ല. ഇങ്ങോട്ട് പോയോ എന്തോ ഞാൻ മറന്നുപോയി. ഇത് അല്ല എൻ്റെ അതിന് ഈ ബുള്ളറ്റ് എങ്ങനെ പോയി? ഇതിന് എങ്ങനെയാണ് ഈ ബുള്ളറ്റ് പോയത്? കാക്കി ഒരു മിനിറ്റ്. നമ്മളെപ്പോഴും ബുദ്ധിപരമായിട്ട് കളിക്കണം. ഞാനീക്ക് ഇപ്പോൾ കിളവി അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. ഞാൻ ഒന്നുകൂടി പോയി. കിളവി ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളായിരുന്നു. പാവം കിളവിയുടെ അണ്ണാക്കി തീപ്പെട്ടി കോലിട്ട് ഞാൻ ഇന്ന് കത്തിക്കും. കിളവി അവിടെ കിടക്കട്ടെ. കിളവൻ തേണ്ട് പോകുന്നു. നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് ക്രോബാർ എടുക്കാം. കിളവൻ പൊട്ടനെയ്തുകൊണ്ട് കേൾക്കത്തില്ല. കേൾക്കാനുള്ള ചാൻസ് ഇല്ല. കേക്കല്ലേ കുഞ്ഞുരാമ, നിൻ്റെ തലമുണ്ട അടിക്കാൻ കലക്കുള ഒരു ദിവസം. ഗണ്ണേ ബുള്ളറ്റില്ലാതായി പോയി. അതാണ് നീ രക്ഷപ്പെട്ടത്. പോലെ കുഞ്ഞുരാമ. കല്ല് കിളവും പോയി. ഞാൻ അടിയിൽ പോയി കുറച്ച് കല്ല് കളക്ട് ചെയ്യാൻ നോക്കട്ടെ. വൈദോ എനിക്ക് കല്ല് വേണം ഗൈസ്. കല്ല് ഇപ്പം നേരത്തെ എന്നെ കിളവി പിടിക്കാൻ വന്നത് കിളവിടെ കണ്ണ് ചുവന്നിരിക്കുമായിരുന്നു. അതെന്തുകൊണ്ട്? പക്ഷേ കിളവിടെ കണ്ണ് ചുവന്നിരുന്നപ്പോൾ ഞാൻ അടിച്ചപ്പോൾ ഒരടിക്കകത്ത് പോയി. ഇവിടെ ഒരു വെണ്ണാക്കില്ല. നമുക്കിനി മേലോട്ട് പോകേണ്ട ആവശ്യവുമില്ല. കുഞ്ഞിരാമ കിളവൻ ഈ ചാച്ചുക അല്ല, കിളവൻ ചാച്ചല്ല ഗൈസ്. ചലോ വരൂ, ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.